എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ യാത്രയുടെ തുടങ്ങുകയാണ്. ശ്രമിക്കട്ടെ. ഞങ്ങൾ ഊബറിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, അത് നിങ്ങൾക്ക് വയ്യേ കാണാം. ഓക്കെ, ഇനി ഇന്ത്യൻ മഹാരാജ്യത്തെ നടുവിലെ മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന ആ ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണിലേക്കാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചേട്ടന് സൈക്കിൾ കാണുമ്പോ എന്നറിയില്ല, കാരണം കാണുന്നില്ല. ആള് ഞങ്ങളുടെ വിസ്മയുണ്ട്, മിത്രണ്ട്, ചെറിയ മുമ്പിൽ ഗൈഡാണ്. ഹിന്ദി സംസാരിക്കുന്ന ആരെങ്കിലും വേണ്ടേ? മിത്രക്ക് ഈ കണ്ണാടി വേണമെന്നാണ് പറയുന്നത്. നമുക്ക് കണ്ണാടിയുടെ ചേട്ടനെ കാണിച്ചു തരാം. കണ്ണാടിയുടെ ചേട്ടനെ കണ്ടോ? വായി ചേട്ടാ. സമയം 9:14. നമ്മള് വേഗം അവിടെ എത്തും. കൊറേ സമയം ബാക്കിയുണ്ടോ? സാധനം നിസാമുദ്ദീന്റെ എന്തോ ആരോ ഉണ്ട് അതിന്റെ ഉള്ളില്. അതാ ആരാ? ഒരു ടോംബാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മള് ഹ്യൂമൻ സ്റ്റോംബ് വരുന്നത്. അതിന്റെ അത് കാണാൻ പറ്റില്ല, പുറത്തുനിന്ന് കാണൂല. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനിലെത്തി. വഴിയിൽ വെച്ച് ശൂന്യയുടെ പാരൻസിനെ കണ്ടു. അതെ, ശൂന്യയുടെ സ്ലീപ്പിംഗ് ബാഗ്. ശൂന്യയെ കാണുന്നില്ല. ആ ശൂന്യ. ഹായ് ശൂന്യ. നിസ്സാരം നിസ്സാരം, നിങ്ങളെ കൊണ്ട് പറ്റും. നിസ്സാരം. നിങ്ങളിവിടെ എത്തി, എല്ലാവരും ഉണ്ട്. നന്ദിതുണ്ട്. ഇന്ന് നല്ല കൊലത്തിലാണ്. ഞങ്ങൾ സ്ലീപ്പറിലാണ് പോകുന്നത്. യുദ്ധക്കളം ഒഴിഞ്ഞ പ്രതീതിയാണ്. യുദ്ധക്കളം ഒഴിഞ്ഞിട്ടില്ല, പകുതി ശമനം അത്രേ പറയാൻ പറ്റുള്ളൂ. എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അല്ല, ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അതെ അതെ, അങ്ങനൊന്നുമില്ല. ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. നൗറി പേടിച്ചിട്ട് മോളിൽ കയറിയിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങളിനി ട്രെയിനിന്റെ അടുക്കവ് കാണിച്ചു. ദിസ് ഈസ് ആദിത്യ. ഹായ് ആദിത്യ. മോഹിത്. ഹായ്. ആദ്യത്തെ ലുക്കൊക്കെ റെഡി. ഫോട്ടോ നോ വീഡിയോ. Fatima, you are recording a new video, na? Yeah. I saw that Kerala was on a video. It was good. Mayank, do you want to say something? എന്റെ പിള്ളേര് ഇങ്ങോട്ട് വാ. അയ്യോ, ഹായ്. അങ്ങനെ ഞങ്ങൾ രാവിലെ എന്തൊക്കെ ക്ലിപ്പ് അതിന് മുമ്പ് വന്നതെന്ന് അറിയില്ല, കാണിച്ചൊന്നും അറിയില്ല. എന്തായാലും ഇപ്പൊ രാവിലെ 10-11 മണിക്കൂറത്തെ യാത്രക്കിടവിൽ ഞങ്ങൾ അങ്ങനെ ഭോപ്പാലിലെത്തിയിരിക്കുകയാണ്. അതെ, എത്തിക്കൊണ്ടിരിക്കുന്നു. 9:30 ആയിട്ടോ സമയം. സൂക്ഷിച്ച് ഞങ്ങള് ബാഗും കാര്യങ്ങളൊക്കെ അവിടെ പുറത്തെടുത്ത് വെച്ചിട്ട്
ഭോപ്പാലിലെ ഭോപ്പാൽ ഭോപ്പാലിലെ ഭോപ്പാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അങ്ങനെയല്ല, ഇതാണ് ഭോപ്പാൽ. ഞാൻ പറഞ്ഞ ബ്രോ, നിങ്ങൾ ഭോപ്പാൽ ഭോപ്പാൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേട്ടിട്ടോ? ഇതിൽ ഭോപ്പാൽ എല്ലാം കാണുന്നില്ല. ഞാൻ കുറെ ഭോപ്പാൽ വേറെ കാണിച്ചു തരുന്നുണ്ട്. അതിലായിരിക്കും ഇനി ഒറിജിനൽ ഭോപ്പാൽ. ഞങ്ങൾ ഇനി ഒരാഴ്ചത്തോളം ഇവിടെ ഉണ്ടാവും. ഫ്രാൻസ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കാണാൻ. ഓക്കെ, ശരി. അഹങ്കാരം, അത്യാഗ്രഹം, കമന്റ് ഇട്ടാൽ ലഗേജ് വെച്ചതായി ബസ്സിൽ കയറി. ഒരു സുഖമുണ്ട്. തണുപ്പത്ത് ചൂട് അവിടെ വേറെ ബസ്സുണ്ട്. 6 പേർക്ക് വേണ്ടി വേറെ ബസ് ഉണ്ടാക്കി सामान के ऊपर बैठे हो. ഹായ് പരം. Hello guys, welcome to Bhopal. Hello guys, welcome to my vlog. Hello guys, welcome to our vlog. Oh, yeah. Share, subscribe, like. Subscribe. Hit the bell icon. ഭോപ്പാലിന്റെ ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് ഡൽഹിയോ സോറി ഭോപ്പാൽ. എന്താ അറിയണ്ടേ? എസ് ഭോപ്പാൽ എന്താ അറിയണ്ടേ? എല്ലാം പോലീസ് ക്യാമ്പസ്. ആ, ഞാനും കണ്ട് ബോർഡ് കണ്ട്. പിന്നെന്താ അറിയണ്ടേ? ഇത്ര ഒരു നിമിഷത്തെ വ്യത്യാസത്തിലാണ് ഡൽഹിയിൽ എത്തിയത്. ഇല്ലെങ്കിൽ ഭോപ്പാലിൽ ഇരിക്കേണ്ട ആളായിരുന്നു. അതെ, ഞങ്ങളെ ഭാഗ്യക്കേട്, നമ്മളുടെ ഭാഗ്യക്കേടല്ലേ സാധനം. ഇത് ഫുൾ ക്യാമ്പസ് ആണ് കേട്ടോ. ഇത് ഹോസ്റ്റലാണ്. उधर करना पड़ेगा। आप आ जाइए, सब आ जाइए। Yeah. Hi Ruchi. From Arunachal. സ്ഥലത്തേക്ക് പോവുകയാണ്. നാട്ടുകാർ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. മിത്ര തലയിറങ്ങി വീണു. അതായിരുന്നു മിത്രയുടെ എക്സ്പീരിയൻസ്. ഞങ്ങളിപ്പോൾ ഒരു ഹെറിറ്റേജ് വാക്കിന് വേണ്ടിയിട്ട് ഒരു പാർക്കിൽ വന്നതാണ്. ഇന്നൊരു ഹെറിറ്റേജ് വാക്കാണ്. സോ ഹായ്.
സബ്സ്ക്രൈബ്. ഓക്കെ, ഇതൊരു മസ്ജിദാണ്. ഞങ്ങൾക്ക് MD പഠിക്കാനുള്ള ഒരു മസ്ജിദാണ്. MD മെഷർ ചെയ്യാനുള്ള. മെറ്റീരിയൽസ് ആണ്, എന്തൊക്കെയോ മെറ്റീരിയൽസ്. അങ്ങനെ ഈ ഗോഹർ മഹൽ അതിനുള്ള ഇതൊക്കെ ഞങ്ങളെ സൈറ്റ് ആട്ടോ. ഞങ്ങൾ MDൻ്റെ ഏതെങ്കിലും ഗ്രൂപ്പ് ഇത് അസൈൻ ചെയ്ത് മാറും. അപ്പം പെട്ടെന്ന് ചെക്കായി പോകാൻ കാരണം അവിടെ ഈ ഒരു ഫോട്ടോഗ്രാഫി സ്പോട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു. അപ്പോൾ അങ്ങനെ ഹിസാന അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഞങ്ങളിനി അടുത്ത സൈറ്റിലോട്ട് പോകും എന്നാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യും. ഹോസ്റ്റലിലേക്ക് ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, നോക്കാം. കൺസ്ട്രക്ഷൻ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഗ്ലോബസ്. വരും, നമുക്ക് പോവാം. നടന്നുകൊണ്ടിരിക്കുകയാണ്. നനയ്ക്കുന്നൊക്കെ ഉണ്ട്. അതാണ് ജമാ മസ്ജിദിന്റെ ഡോർ. ഭോപ്പാൽ. എല്ലാരും ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്. നടന്നോ. ഇത് ഓരോ കാലഘട്ടത്തിലെ ഓരോ എന്താ പറയുക റൂളേഴ്സ് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ബിൽഡിങ്സ് ആണ്. അതാണ് ഇതിന് എല്ലാത്തിനും ഡിഫറൻസ്. ഓരോ പാലസ് ആണ് ഇതിൻ്റെ പേര്. ഇവിടെ ചോക്ലേറ്റിന് എന്തൊക്കെ ആയിട്ട് ഈ കോണൊക്കെ ഇയാള് ഒറ്റയ്ക്ക് ഉണ്ടാക്കുക അവിടെ. അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പല പല പാലസ് ആട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ. അതെ, ഞങ്ങളോട് സൈനിങ് ഓഫ് ആയില്ല, ചിലപ്പോൾ സൈനിങ് ഓഫ് ആവാൻ സാധ്യത ഉണ്ട്. വണ്ടി അടിക്കും ചിലപ്പോൾ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആകാശം കാണാൻ വളരെ സുന്ദരമായിട്ടുണ്ട്. സുന്ദരവും അതൊരു പ്ലാനറ്റ് ആണ്. ഓ മൈ ഗോഡ്, ആ ലേക്ക് ദ സൺസെറ്റ് അതാണ് ഞങ്ങൾ നോക്കാൻ പറഞ്ഞേ. അതെ, ഇതാ നോക്കൂ, അവിടെ ഒരു ലേക്ക് ഉണ്ട്. ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടുന്ന് ഞങ്ങൾ പോവുകയാണ് റൂമിൽ. അല്ല, ഇവിടെ ഞങ്ങളെ സൈറ്റ് നാളെ മുതൽ പണി തുടങ്ങാൻ പോവാണ്. അതെ, ഇപ്പോൾ നാളെ കാണാം. ആരൊക്കെ വീഴും, ആരൊക്കെ വീഴായി. ആർക്കത് പറഞ്ഞില്ലേ? തല ഇറങ്ങിയ വ്യക്തി ഈ വട്ടവും സൈനിങ് ഓഫ്. ബൈ. എന്തെങ്കിലും ക്ലിപ്പ് ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, ബൈ. വെൻഡിങ് മെഷീൻ ഭോപ്പാൽ. നമുക്ക് എന്തും എന്തോ സെലക്ട് ചെയ്യുന്നുണ്ട്. ശ്രീ ഓൾറെഡി വാങ്ങി. നൗറിൻ മുന്നോട്ട് പോവുകയാണ്. ആരാ? യെസ്, come on. Yes.